ഏറെ നാളായുള്ള കാത്തിരിപ്പിന്റെയും പ്രയത്നത്തിന്റെയും ഫലമാണ് അറബ് ലോകത്തിന്റെ അഭിമാനമായ ദുബായ് എക്സ്പോ 2020. എന്നാൽ അവിടെയും അധികൃതർ പ്രവാസികളെ കൈയൊഴിഞ്ഞില്ല. കൂടെ നിന്നവരെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോവുകയാണ് അധികൃതർ. ആ വിസ്മയ കാഴ്ച ഇവിടെ കാണുവാൻ സാധിക്കും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അറബ് ലോകത്തെ ആദ്യത്തെ ലോക എക്സ്പോ നിർമ്മിക്കുന്നതിന് പിന്നിൽ ഭഗീര പ്രയത്നം കാഴ്ചവെച്ച തൊഴിലാളികൾക്ക് ആദരമർപ്പിച്ച് UAE രംഗത്തെത്തിയിരിക്കുന്നു. എക്സ്പോ 2020 തൊഴിലാളി സ്മാരകം UAE സഹിഷ്ണുതാ സഹമന്ത്രിയും എക്സ്പോ 2020 ഡയറക്ടർ ജനറലുമായ റീം അൽ ഹഷ്മി ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തിരിക്കുകയാണ്. അതേ പ്രത്യേക ഡിസൈനിലുള്ള കൽത്തൂണുകളിൽ നിർമ്മാണ പങ്കാളികളായ 2 ലക്ഷത്തിലേറെ തൊഴിലാളികളുടെ പേരുകൾ കൊത്തിവച്ചിരിക്കുന്നു. എക്സ്പോയിലെ ജൂബിലി പാർക്കിന്റെ പ്രധാന നടപ്പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർക്കിടെക്ട് ആസിഫ് ഖാനാണ് ഈ സ്മാരകത്തിന്റെ ശില്പി. ഗ്രഹണത്തിലെ ചന്ദ്രന്റെ രൂപാന്തരീകരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കല്ലുകൊണ്ട് സിലിണ്ടർ നിരകൾ നിർമ്മിച്ചായിരുന്നു സ്മാരകം ഒരുക്കിയതെന്ന് ആസിഫ് ഖാൻ പറഞ്ഞു. പരമ്പരാഗത കാർട്ടോഗ്രാഫിയുടെ ശാസ്ത്രത്തെയും ഇസ്ലാമിക ലോകത്ത് നിന്ന് ജ്യോതിശാസ്ത്രത്തിൽ കാണുന്ന മികച്ച എഞ്ചിനീയറിംഗിനെയും പ്രദർശിപ്പിക്കുകയാണ് ഇവർ. ഈ വിസ്മയ നിർമ്മിതികൾ UAE-യിൽ ആഴത്തിൽ വേരൂന്നിയ സഹകരണ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും എക്സ്പോ 2020യുടെ കാഴ്ചപ്പാടും ധാർമ്മികതയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ UAE കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തൊഴിലാളികളെ സ്മരിക്കുന്നതിനും ആദരിക്കുന്നതിനും എന്നും മുന്നോട്ട് വന്നിട്ടുള്ള UAE-യുടെ ഈ മഹത് പ്രവൃത്തിയെ ലോകം പുകഴ്ത്തുകയാണ്. ഇന്ത്യക്കാരടക്കം ലോകത്തെങ്ങു നിന്നുമുള്ള 2 ലക്ഷത്തിലേറെ തൊഴിലാളികളുടെ അവിശ്വസനീയമായ ആത്മാർത്ഥ പ്രയത്നത്തിന്റെ പരിണിത ഫലമാണ് മരുഭൂമിയിൽ വിരിഞ്ഞ എക്സ്പോ 2020 വേദി എന്ന വിസ്മയ കാഴ്ച നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്. തൊഴിലാളികളുടെ പ്രയത്നത്തെ മന്ത്രി റീം അൽ ഹാഷ്മി അഭിനന്ദിക്കുകയും ചെയ്തു. 2 ലക്ഷത്തിലേറെ തൊഴിലാളികളുടെ സംഭാവനയെ ഞങ്ങൾ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും അറിയപ്പെടാൻ അർഹരാണ്. അവരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദിയും പ്രശംസയും അർപ്പിക്കുന്നുവെന്നും റീം അൽ ഹാഷ്മി പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.